ഹലോ എവരി വൺ, നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എത്തിക്കേണ്ടതെല്ലാം എത്തിക്കുക. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ये सारी चीजें जल रही है यार. फक दिल्ली पुलिस, फक बीजेपी, फक इंडियन आर्मी, माँ की शूट तुम्हारी. फक दिल्ली पुलिस, फक बीजेपी, फक इंडियन आर्मी, माँ की शूट तुम्हारी. ഇങ്ങനെയാണോ ഒരു വ്യക്തി ഒരു പ്രതിഷേധത്തിൽ പറയേണ്ടത്? ഈ വ്യക്തി CJPയുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരാളാണ്. ഇയാൾ ഇന്ത്യയുടെ സൈന്യത്തെയും ഇന്ത്യയുടെ പോലീസിനെയും എല്ലാം തെറി വിളിച്ചുകൊണ്ടാണ് വാക്കുകൾ പറയുന്നത്. ഇതാണോ CJPയുടെ പ്രതിഷേധം? ഇതാണോ നീറ്റിൻ്റെ പ്രതിഷേധം? ഇങ്ങനെയാണോ ഒരു പ്രതിഷേധം നടക്കണ്ടേ? ഈ വീഡിയോകളും ഈ ഇപ്പോൾ ഡൽഹി നടക്കുന്ന ആക്രമണങ്ങളും എല്ലാം കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ടൊരു നമുക്കെല്ലാം മനസ്സിലാവും. ഇത് CJPയെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു തീവ്രവാദ ഗ്രൂപ്പുകൾ രാജ്യത്തെ ഗവൺമെൻറ്റിനെയും രാജ്യം പിടിച്ചെടുക്കാനുമുള്ള ഒരു കഠിന ശ്രമമാണ് നടത്തുന്നത്. നമുക്കെല്ലാം അറിയാം, നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടന്ന ജൻസി കലാപം, എല്ലാ കലാപങ്ങളും ഇവിടെയൊക്കെ തുടങ്ങിയത് ഒരു ജൻസിയെ കൊണ്ടാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ തീവ്രവാദികളും രാജ്യവിരുദ്ധ ടീമുകളും എല്ലാം കയറിപ്പെടും. എന്നിട്ട് രാജ്യത്തെ സർക്കാരിനെയും എല്ലാം താഴെ ഇറക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ഇതൊരു നീറ്റിൻ്റെ പരീക്ഷയുടെ മാത്രം പ്രശ്നമല്ല, ഇത് രാജ്യത്തെ ബാധിക്കുന്ന ഇഷ്യൂ ആണ് ഈ കലാപം. പിന്നെ ഈ കലാപത്തിൽ ഇവർ 3 ആളുകളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. 3 രാജ്യദ്രോഹികൾ, 3 തീവ്രവാദികൾ. ആ തീവ്രവാദികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. कश्मीर neither belongs to India, Kashmir neither belongs to Pakistan. Kashmir belongs only to the people of Kashmir. 5 लाख लोग हमारे पास हो ऑर्गेनाइज्ड, तो हम हिंदुस्तान और नॉर्थ ईस्ट को परमानेंटली कट कर सकते हैं. परमानेंटली नहीं तो कम से कम 1 महीने के लिए तो कट कर ही सकते हैं. Supreme Court this Monday morning denied bail to Shajil Imam and Umar Khalid. मामला फरवरी 2020 के anti-CA NRC protest का है that turned violent. 53 people had died and over 700 people were injured in those riots. कोर्ट के मुताबिक ये लोग उस कॉन्स्पिरेसी के मास्टरमाइंड्स थे. और ये गिल्ट प्रूव होती है इनके व्हाट्सएप ग्रुप्स जिससे एक्टिवली इन्होंने राइट्स कोऑर्डिनेट और प्लान किए थे. ये वही क्रांतिकारी हैं जो 2016 JNU में पार्लियामेंट अटैक के दोषी अफजल गुरु के सपोर्ट में नारेबाजी कर रहे थे. उन्होंने मुझे इतना बता दिया था कि हमें अंदर जाके लोकसभा में घुसना है, तो वहाँ पे जो MPs हैं उन पे अटैक करना है. और पूरे ऑपरेशन में इनकी मदद कौन कर रहा था? मैं कर रहा. Against the occupation of Kashmir by the Indian state, and I make it very apparent here, I'm not from Kashmir, but I believe that what is happening in Kashmir. You people carry the Indian passport. You are on an Indian campus. You are the beneficiaries of a subsidized Indian government education. Your education is paid for by the Indian taxpayer. You misuse your freedom of expression. You are more dangerous to this country than ഇവരെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അഫ്സൽ ഗുരു, ഉമർ ഖാലിദ് എന്ന രാജ്യദ്രോഹികളും തീവ്രവാദികളുമാണ്. ഇവന് വേണ്ടിയാണ് ഇപ്പോൾ CJP പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. പിന്നെ നമുക്കെല്ലാം അറിയാം, കശ്മീരിൻ്റെ 370 ആർട്ടിക്കിൾ BJP സർക്കാർ വന്നപ്പം അവരെടുത്തു കളഞ്ഞെന്ന്. ഇപ്പോൾ ആ 370 ആർട്ടിക്കിൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവർ കിടന്ന് പ്രതിഷേധം നടത്തുന്നത്. പിന്നെ FCRA ബിൽ, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വിദേശ ഫണ്ടുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിനെ മോണിറ്റർ ചെയ്യാൻ ഗവൺമെൻറ് കൊണ്ടുവന്ന റൂളാണ് FCRA ബിൽ. അതിനെതിരെയാണ് ഇവരുടെയൊക്കെ പ്രതിഷേധം. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം, CJPയുടെ പ്രൊട്ടസ്റ്റ് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, രാജ്യവിരുദ്ധം രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടസ്റ്റാണ്. താങ്ക് യു.